ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. സങ്കടങ്ങളുടെ കനൽവഴികൾ താണ്ടി കടന്നു പോകുന്നവരാകാം നിങ്ങൾ. എന്നാൽ ദൈവത്തിന് നിങ്ങളോട് പറയുവാനുള്ളത് കേൾക്കൂ. ആ നാളുകൾ നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകും. സൂര്യകിരണങ്ങൾ നിന്റെ ജീവിതത്തിൽ വന്നടിക്കുന്ന ദിനങ്ങൾ ദൈവം ഉറപ്പു തരുന്നു. നല്ല കാലവും മോശം കാലവുമുണ്ട്. കാലങ്ങൾ മാറും. ചിലപ്പോൾ പെട്ടെന്ന് മാറിയെന്നിരിക്കും. ജീവിതത്തിൽ എപ്പോഴും നമ്മൾ തയ്യാറായിരിക്കണം. ചില കാലങ്ങൾ കൊടുക്കുവാനുള്ളതാണെങ്കിൽ ചിലത് പ്രാപിക്കുവാനുള്ള കാലമാണ്. അവസരങ്ങളുടെ പൂക്കാലം നമ്മിലേക്ക് വന്നെത്തുക തന്നെ ചെയ്യും. ചില കാലങ്ങൾ നമുക്ക് സ്വപ്നങ്ങൾ സമ്മാനിക്കുമ്പോൾ ചിലത് പ്രതീക്ഷയില്ലാത്ത കാലമാണ്. എന്നാൽ കാലങ്ങൾക്കല്ല പ്രാധാന്യം, കർത്താവ് നിന്റെ ജീവിതത്തിൽ കൂടെയുണ്ടോ എന്നതിനാണ്. നിന്റെ ഭാവി അവൻ മുന്നമേ നിശ്ചയിച്ചിരിക്കുന്നു. ഏതു കാലത്തും നിന്റെ ജീവിത തോണിയുടെ അമരത്ത് കർത്താവുണ്ടെന്നുള്ളതല്ലേ ആശ്വാസം. ഏതു കാലവും പ്രാർത്ഥനയുടെ സമർപ്പണത്തിൻ്റെ കാലങ്ങളാകണം. എല്ലാ സമയങ്ങളും ആശ്രയത്തിൻ്റെയും അനുസരണത്തിൻ്റെയും സമയമാകണം. വെട്ടുക്കിളികൾ ധാന്യം നശിപ്പിച്ചാലും കർത്താവിലുള്ള ആശ്രയത്തിൽ നിന്ന് പിന്മാറരുത്. ചോദിച്ചതിലും നനച്ചതിലും അധികമായി പകരം നൽകാൻ കഴിവുള്ള സർവശക്തനിൽ ഏതു കാലത്തിലും ആശ്രയം വെക്കണം. കാരണം വിശ്വസ്തനായ കർത്താവാണ് നിനക്ക് വാക്ക് തന്നിരിക്കുന്നത്. ദൈവത്തോട് ആവശ്യപ്പെട്ട വിഷയം ഒരുപക്ഷെ നീ മറന്നേക്കാം. എന്നാൽ ദൈവം മറക്കാതെ നിന്റെ അനുഗ്രഹങ്ങളെ മാനിക്കും. ഏതു കാലത്തും നിന്റെ കരങ്ങൾ കൊണ്ട് പറിച്ചെടുക്കാവുന്ന ഫലമാണ് സ്നേഹം. ആ ദൈവ സ്നേഹത്തിൽ നമ്മുടെ ഹൃദയം ചൂടുപിടിക്കട്ടെ. ദൈവത്തിൻ്റെ നന്മയെ ഓർത്ത് നമ്മുടെ ഹൃദയം തുടിക്കട്ടെ. സങ്കീർത്തനം 56:13. ഞാൻ ദൈവത്തിൻ്റെ മുൻപാകെ ജീവൻ്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കാലുകളെ ഇടർച്ചയിൽ നിന്നും വിടുവിച്ചുവല്ലോ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.